Option A 3x plus 4y plus 25 equal to 0. Option B 4x minus 3y plus 25 equal to 0. Option C 3x minus 4y plus 25 equal to 0. Option D 4x plus 3y plus 5 equal to 0. ഇപ്പോൾ ഇവിടെ സർക്കിൾ തന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 ആണ്. അതായത് സെൻറ്റർ ഒറിജിനായിട്ട് റേഡിയസ് 5 വരുന്ന ഒരു സർക്കിളാണ് തന്നിട്ടുള്ളത്. പിന്നെ തന്നിട്ടുള്ളത് നമ്മൾക്ക് കാണേണ്ടത് -4 3 എന്ന് പറയുന്ന പോയിന്റിലുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതാണ് 4 3 എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഈ ഒരു ഏരിയയിൽ വരും, ഇവിടെ വരും. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്താണ് കാണുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ സ്ലോപ്പ് ഗ്രേഡിയൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ സർക്കിളിൻ്റെ സെൻറ്റർ 0 0 ആണ്. മറ്റൊരു പോയിന്റ് -4 3 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് പോയിന്റ്, ഒരു ലൈനിൻ്റെ രണ്ട് പോയിന്റ്സ് കിട്ടിയാൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇപ്പോൾ നമ്മൾ ഈ -4 3 അല്ലെങ്കിൽ 0 0ന് x1 y1 -4 3ന് x2 y2 എന്ന് എടുത്താൽ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഈ റേഡിയസിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഇക്വേഷൻ വരുന്നത്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -3/4 എന്ന് കിട്ടും. അപ്പോൾ റേഡിയസിൻ്റെ ആണ് ഇവിടെ പറയുന്നത്, സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഗ്രേഡിയൻറ്റ്. ഇനി നമ്മൾ കാണുന്നത് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. ഇവിടെ നോക്കുക, ടാൻജൻറ്റും ഈ റേഡിയസും തമ്മിൽ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ്. രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. m1 × m2 = -1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഈ റേഡിയസിൻ്റെ സ്ലോപ്പ് m' ആയിട്ട് എടുത്താൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/m' ആണ്. ദാറ്റ് ഈസ് 4/3. ഇനി സ്ലോപ്പ് കിട്ടിയാൽ നമ്മൾക്കൊരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = mx + c ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y = സ്ലോപ്പ് 4/3 കിട്ടി, 4/3x + c. ഇനി നോക്കുക, ടാൻജൻറ്റിലൂടെ പാസ് ചെയ്യുന്ന പോയിൻ്റ് ആണ് എന്താ, -4 3 എന്ന് പറയുന്നത് ആ ടാൻജൻറ്റിൽ വരുന്ന പോയിൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ഈ -4 3 എന്ന് പറയുന്ന പോയിൻ്റ് സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് 3യും വൈൻ്റെ സ്ഥാനത്ത് -4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സീൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് 3 = 4/3 plus 4/3 into x, that is -4 plus c, that implies 3 = -16/3 plus c. ഇതിൽ നിന്ന് സീൻ്റെ വാല്യൂ നമ്മൾക്ക് 3 + 16/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 25/3. ഇനി അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലൈനിൻ്റെ ഇക്വേഷൻ y = 4/3x + 25/3. ഇനി 3 കൊണ്ട് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 4x - 3y + 25 = 0 എന്നായിരിക്കും ലൈനിൻ്റെ, അതായത് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടുക. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2. In an arithmetic sequence, if 17 is the third term, -25 is the 17th term, then which term is -1? 9, 10, 11, 12. ഇവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ nth ടേമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a + n - 1 × d ആണ്. ഇവിടെ തേർഡ് ടേം -25 എന്ന് തന്നിട്ടുണ്ട്. 17 എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്, അതായത് മൂന്നാമത്തെ ടേം 17 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a + 2d = 17 എന്ന് കിട്ടും. അതുപോലെ 17ാമത്തെ ടേം ആണ് -25. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a + 16d = -25 എന്ന് കിട്ടും. നമുക്ക് കാണേണ്ടത് എത്രാമത്തെ ടേം ആണ് -1 എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ ഒന്നാമത്തേൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -14d = 42, d = -3. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ നമുക്ക് -3 എന്ന് കിട്ടും. ഇനി ഏത് ടേം ആണ് -1 എന്ന് കാണണം. അതിന് നമ്മൾ nth ടേം ആണ് ഇപ്പോൾ -1 എന്ന് എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ d = -3 കിട്ടിയാൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എൻ്റെ വാല്യൂ 23 എന്ന് കിട്ടും. ഇനി നമ്മൾ a + n - 1 × d -1 ആയിട്ട് എടുക്കുക. എയുടെ വാല്യൂം ഡിൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 23 - 3 × n - 1 = -1. ഇതിൽ നിന്ന് -3 × n - 1 = -24. n - 1 = 8.
n ഈക്വൽ ടു 9. അതായത് 9th ടേമാണ് ഇവിടെ -1 വരുന്നത്. അതായത് ഓപ്ഷൻ എ. Question number 3. The coordinates of the points which are equidistant from the points -1, 5, 1, 1 and 9, 5 are 4, 5, 0, 3, 5, 3, 5, 5. അപ്പോൾ ഇവിടെ ഒരു ഇക്വിഡിസ്റ്റൻസ് ആണ്, ഒരു പോയിന്റിൽ നിന്ന് ഈ 3 പോയിന്റും ഇക്വിഡിസ്റ്റൻസ് ആണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് -1, 5 തന്നിട്ടുണ്ട്, രണ്ടാമത്തേത് 1, 1, ദെൻ 9, 5. നമ്മൾ ഈ പോയിന്റിന് ജനറലായിട്ട് XY എന്ന് കൺസിഡർ ചെയ്താൽ ഇതിൽ ഓരോന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് ഈ -1, 5 എന്ന് XYയിലേക്കുള്ള ഡിസ്റ്റൻസും 1, 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് XYയിലേക്കുള്ള ഡിസ്റ്റൻസും 9, 5 എന്ന പോയിന്റിൽ നിന്നുള്ള XYയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുകയാണ്. ഡിസ്റ്റൻസ് ഫോർമുല 3ഉം ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഒന്നാമത്തതും മൂന്നാമത്തതും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാണ്. കാരണം ഇവിടെ വൈൻ്റെ ടേം രണ്ടും ഇവിടെ ഈക്വൽ ആണ് വരുന്നത്, സെക്കൻഡ് പാർട്ട്. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുക, ഒന്നാമത്തതും മൂന്നാമത്തതും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാണ്. ഇനി സ്ക്വയർ റൂട്ട് സ്ക്വയർ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ -1 - x² + 5 - y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 - x ഹോൾ സ്ക്വയർ + 5 - y ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 5 - y ഹോൾ സ്ക്വയർ 5 - y ഹോൾ സ്ക്വയർ ക്യാൻസൽ ചെയ്യാണ്. ഇനി ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 1 + x ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 - x ഹോൾ സ്ക്വയർ, ഇതിൽ നിന്ന് x ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതായത് ഒന്നാമത്തെ പാർട്ടിന് 1 + 2x + x² ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 81 - 18x + x². x² ക്യാൻസൽ ചെയ്യാണ്. ഇനി റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് x ഈക്വൽ ടു 4 എന്ന് കിട്ടും. അത് x ഈക്വൽ ടു 4 നമ്മൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് y ഈക്വൽ ടു 5 എന്ന് കിട്ടും. അല്ലെങ്കിൽ x ഈക്വൽ ടു 4 കിട്ടിയാൽ തന്നെ ഓപ്ഷൻ നോക്കിയാൽ മതി. x ഈക്വൽ ടു 4 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അതാണ് ഓപ്ഷൻ എ. Therefore ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. Next question, if the surface area of the cube is 24 square centimeter, then find the length of the diagonal. ഡയഗണലിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ ഒരു ക്യൂബിൻ്റെ സർഫസ് ഏരിയ ആണ് തന്നതെങ്കിൽ അതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് √സർഫസ് ഏരിയ/2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ √24/2 ദാറ്റ് ഈസ് 12 √12 വരും. √12 എന്ന് പറയുന്നത് 2√3 ആണ്. അതായത് ഓപ്ഷൻ സി. Next question, which of the following is the radius of the circle passing through the points -2, 0, 0, 4 and center on the x-axis? 5, 8, 6, 9. അതായത് തന്നത് റേഡിയസ്, ഒരു സർക്കിളിൻ്റെ റേഡിയസ് ഈ -2, 0, 0, 4 എന്ന് പറയുന്ന പോയിൻറ്റ്സിൽ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ x-ആക്സിസിലാണ്. അപ്പോൾ സെൻറ്റർ തന്നിട്ടുള്ള, അപ്പോൾ നമ്മൾ സെൻറ്റർ x-ആക്സിസിലായതുകൊണ്ട് ആ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് x0 എന്നായിരിക്കും. അവിടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ x0 ആയിരിക്കും. അതുപോലെ തന്നെ 2 പോയിൻറ്റും തന്നിട്ടുണ്ട്, റേഡിയസ് ടച്ച് ചെയ്യുന്ന 2 പോയിൻറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് കാണേണ്ടത്, റേഡിയസ് ആണ് കാണേണ്ടത്. അപ്പോൾ നോക്കുക, സെൻറ്ററിന് 0,4 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും സെൻറ്ററിന് -2,0 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ x + 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു x² എന്ന് കിട്ടും. അതിൽ നിന്ന് x ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് 30 ആണ് കിട്ടിയത്. റേഡിയസ് അല്ല, സെൻറ്റർ 30 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 5 ആയിട്ട് വരും. ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. അപ്പോൾ റേഡിയസ് 5 ആണ് എന്ന് കിട്ടും. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അരിത്മെറ്റിക് മീൻ ബിറ്റ്വീൻ 2 numbers is 75 and their geometric mean is 21. Find the numbers. ഇവിടെ അരിത്മെറ്റിക് മീനും ജോമെട്രിക് മീനാണ് തന്നത്. അപ്പോൾ 3 നമ്പേഴ്സ് a, x, b അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് a + b/2ഉം അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് a + b/2ഉം. ഇനിയിപ്പോൾ a, x, b എന്ന് പറയുന്നത് ജോമെട്രിക് പ്രോഗ്രഷനിലാണെങ്കിൽ അതിൻ്റെ ജോമെട്രിക് മീൻ x എന്ന് പറയുന്നത് √ab ആയിരിക്കും. അപ്പോൾ ഇതാണ് റിസൾട്ട്. അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് a + b/2 ആണ്. അതായത് a + b/2 നമുക്ക് 75 ആണ് തന്നിട്ടുണ്ട് 2 നമ്പേഴ്സിൻ്റെ. അതിൽ നിന്ന് a + b = 150 എന്ന് കിട്ടും.
ഇനി രണ്ട് നമ്പേഴ്സിൻ്റെ ജോമെട്രിക് മീൻ തന്നത് 21 ആണ്. അതായത് റൂട്ട് ഓഫ് എ ബി ആണ് 21 തന്നത്. അതായത് അതിൽ നിന്ന് എ ബി ഈക്വൽ ടു 441. ഇപ്പോൾ റൂട്ട് എ ബി ഈക്വൽ ടു 21 ആണ്. ഇതിൽ നിന്ന് എ ബി ഈക്വൽ ടു 441 എന്ന് കിട്ടും. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 150 ആണ്. എ ബി ഈക്വൽ ടു 441 ആണ്. ഒന്നുകിൽ ഓപ്ഷൻസ് നോക്കുക. ഇതിൽ ആഡ് ചെയ്താൽ 150 മൾട്ടിപ്ലൈ ചെയ്താൽ 441 വരുന്നത് ഓപ്ഷൻ എ മാത്രമാണ്. ഇവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ വലിയ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next question, if the equation 2x square plus 4x plus p equal to 0 has equal roots, then find p. -2, -1, 1, 2. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഈക്വൽ റൂട്ട്സ് ആണെന്ന് പറയുന്നത് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ കാണുക, റൂട്ട്സ് കാണുക. അവിടെ ഈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac റൂട്ടിൻ്റെ ഉള്ളിൽ 0 കിട്ടണം. അതായത് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആയാലും നമുക്ക് ഈക്വൽ റൂട്ട്സ് ആണ് കിട്ടുക. ഇവിടെ ഈക്വൽ റൂട്ട്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് 4 ആണ്, സി എന്ന് പറയുന്നത് പി. അപ്പോൾ 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു പി ഈക്വൽ ടു 0. ഇതിൽ നിന്ന് 16 ഈക്വൽ ടു 8p, പി ഈക്വൽ ടു 2. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈഫ് 2 sin 3 theta equal to root 3, then value of theta is 10 degree, 15 degree, 20 degree, 25 degree. ഇവിടെ 2 sin 3 theta root 3 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ sin 3 theta എന്ന് പറയുന്നത് root 3/2. അപ്പോൾ sin 3 theta root 3/2 ആണെങ്കിൽ 3 theta എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 20 ഡിഗ്രി. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Next question, 3 vertices of a parallelogram A, B, C, D are A 86, B 210, C negative 26, find fourth vertex D. ഇപ്പോൾ ഒരു പാരലലോഗ്രാമിൻ്റെ 4 സൈഡിൻ്റെ വേർട്ടിസസ് ആണ് തന്നത്. അപ്പോൾ നാലാമത്തെ 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നാലാമത്തെ വേർട്ടിസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ 5, 1, ഓപ്ഷൻ ബി 2, -4, ഓപ്ഷൻ സി 4, 2, ഓപ്ഷൻ ഡി 8, 4. ഇപ്പോൾ ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡ് ഇപ്പോൾ നമ്മൾ എ ബി സി ഡി ആയിട്ട് എടുത്തു. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ഡി നമ്മൾ XY ആയിട്ട് കൺസിഡർ ചെയ്യാണ്. പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ ബി എന്നുള്ള ഡിസ്റ്റൻസും സി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ആ ഇക്വേഷൻ, ആ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 8 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 10 - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സി ഡി. സി ഡി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x + 2 ഹോൾ സ്ക്വയർ പ്ലസ് y - 6 ഹോൾ സ്ക്വയർ ആണ്. അതുപോലെ എ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് താഴത്തത്. ഇത് എ ഡി, ദെൻ ദിസ് ഈസ് ബി സി. അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാർട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ സോൾവ് ചെയ്താൽ 52 ആണെന്ന് കിട്ടും. ഇതിൽ നിന്ന് റൈറ്റ് സൈഡ് x + 2 ഹോൾ സ്ക്വയർ പ്ലസ് y - 6 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ തന്നെ താഴത്തതിൻ്റെ റൈറ്റ് സൈഡ് വരുന്നത് 32 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു x + 8 ഹോൾ സ്ക്വയർ പ്ലസ് y - 6 ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ രണ്ട് ഇക്വേഷനും സബ്ട്രാക്ട് ചെയ്യാണ്. കാരണം ഈ രണ്ട് ടേം ക്യാൻസൽ ചെയ്ത് പോയി ബാലൻസ് എക്സിൻ്റെ ടേംസ് മാത്രമേ കിട്ടുള്ളൂ. അതിൽ നിന്ന് 80x ഈക്വൽ ടു 20x എന്ന് കിട്ടും. അതിൽ നിന്ന് x ഈക്വൽ ടു 4 എന്ന് കിട്ടും. x ഈക്വൽ ടു 4 നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് y ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതുകൊണ്ട് ഡി എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 4, 2 ആണ്. അതായത് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 4⁻100 ഈസ് ഡിവൈഡഡ് ബൈ 7? 1, 2, 3, 4. ഇവിടെ നമ്മൾ ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ്റെ ഒരു ക്ലാസ് സെറ്റ് എക്സാമിൻ്റെ വീഡിയോസിലുണ്ടാവും. അത് നിങ്ങൾക്ക് എടുത്ത് നോക്കാം ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ എന്താണ്. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഓയിലർ-ഫെർമാറ്റ്സ് തിയറം ആണ്. ഓയിലർ-ഫെർമാറ്റ്സ് തിയറം പറയുന്നത് ഇഫ് GCD of AM ഈക്വൽ ടു 1 ദെൻ A⁵ കോൺഗ്രുവൻ്റ് ടു 1 മോഡിയം. അപ്പോൾ ഈ φ(m)നെയാണ് ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. φ(m) എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു m. എമ്മിന് താഴെ എമ്മോ ആയിട്ട് കോമൺ ഫാക്ടർ GCD 1 ആയ എലമെൻറ്റ്സുകളുടെ എണ്ണമാണ്. ഇപ്പം നമ്മളൊരു 8 എടുക്കുകയാണെങ്കിൽ φ(8) എന്ന് പറയുന്നത്
8ന് താഴെ 8ഉമായിട്ട് കോമൺ ഫാക്ടർ 1ആയ നമ്പേഴ്സുകളുടെ എണ്ണമാണ്. അപ്പോൾ 1, 3, 5, 7 ഇത് 4ആണ്. അപ്പോൾ 5 ഓഫ് 8 എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇവിടെ 4 ആണ്. അപ്പോൾ ആ രീതിയിലാണ് 5 ഓഫ് എം എന്ന് പറയുന്നത്. ഓയിലർ-ഫെർമാസ് തിയറം പറയുന്നത് ഇഫ് എൻ്റെയും എമ്മിൻ്റെയും GCD 1 ആണെങ്കിൽ A⁵ ഓഫ് എം കോൺഗ്രുവൻറ്റ് 1 മോഡ് എം ആയിരിക്കും. ഇവിടെ നോക്കുക, എ എന്ന് പറയുന്നത് 4, എം എന്ന് പറയുന്നത് 7. അപ്പോൾ 4ൻ്റെയും 7ൻ്റെയും GCD 1 ആണ്. അതുകൊണ്ട് ഓയിലർ-ഫെർമാസ് തിയറം പ്രകാരം 4⁵ ഓഫ് 7 കോൺഗ്രുവൻറ്റ് 1 മോഡ് 7 ആണ്. ഇനി 7 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഏതൊരു പ്രൈം നമ്പറിൻ്റെ കേസിലും φ ഓഫ് പി എന്ന് പറയുന്നത് P-1 ആയിരിക്കും. ഇതൊക്കെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു പ്രൈം നമ്പർ എടുത്താൽ പ്രൈം നമ്പറിന് താഴെയുള്ള എല്ലാ നമ്പേഴ്സും അതുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. കോമൺ ഫാക്ടർ ഇല്ല, GCD 1 ആയിരിക്കും. അപ്പോൾ എക്സാക്ട്ലി ഇപ്പോൾ P=11 എടുത്താൽ φ ഓഫ് പി എന്ന് പറയുന്നത് 10 കിട്ടും. അപ്പോൾ അത് പ്രകാരം φ ഓഫ് 7 ഇവിടെ എത്രയാണ് വരിക? 6. അപ്പോൾ 4⁵6 കോൺഗ്രുവൻറ്റ് 1 മോഡ് 7. ഇവിടെ നമുക്ക് കാണേണ്ടത് 4⁻100 ആണ്. അപ്പോൾ നമ്മൾ 4⁻6 ഹോൾ റേസ് ടു 16 കോൺഗ്രുവൻറ്റ് 1 മോഡ് 7 ആയിരിക്കും. രണ്ട് സൈഡും ഹോൾ റേസ് ടു 16 എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് 4⁻96 കോൺഗ്രുവൻറ്റ് 1 മോഡ് 7 എന്ന് കിട്ടും. നമുക്ക് 100 ആണ് കാണേണ്ടത്. അപ്പോൾ 4⁻100 ആക്കാൻ നമ്മൾ 4⁻96 ഇൻറ്റു 4⁻4 കോൺഗ്രുവൻറ്റ് 4⁻4 മോഡ് 7 രണ്ട് സൈഡും 4⁻4 എടുക്കുകയാണ്. ഇനി നോക്കുക, ഈ നമ്മൾക്കറിയാം 4² എന്ന് പറയുന്നത് 16 കോൺഗ്രുവൻറ്റ് 2 മോഡ് 7 ആണ്. കാരണം 16 മൈനസ് 2നെ 7 ഡിവൈഡ് ചെയ്യും. അപ്പോൾ എ കോൺഗ്രുവൻറ്റ് ബി മോഡ് എം എന്ന് പറയുന്നത് A-Bനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 16 മൈനസ് 2നെ 7 ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് 4² കോൺഗ്രുവൻറ്റ് 2 മോഡ് 7 ആണ്. അപ്പോൾ 4² ഹോൾ സ്ക്വയർ രണ്ട് സൈഡും സ്ക്വയർ എടുത്താൽ 4² ഹോൾ സ്ക്വയർ കോൺഗ്രുവൻറ്റ് 2² മോഡ് 7. അതായത് 4 ഇവിടെ നോക്കുക, 4² ഹോൾ സ്ക്വയർ എന്നാണ് 4⁴ കോൺഗ്രുവൻറ്റ് 4 മോഡ് 7 എന്ന് കിട്ടി. ഇനി ഇവിടെ 4⁻100 എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് 4⁻4 ആണ്. 4⁻4 കോൺഗ്രുവൻറ്റ് നമ്മൾക്കിപ്പോൾ 4 ആണെന്ന് കിട്ടി, 4 മോഡ് 7 ആണെന്ന് കിട്ടി. അപ്പോൾ കോൺഗ്രുവൻസ് ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ 4⁻100 കോൺഗ്രുവൻറ്റ് 4 മോഡ് 7 എന്ന് കിട്ടും. അതായത് 4⁻100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് 4.